നമസ്കാരം. ഞാനിപ്പോൾ നിൽക്കുന്നത് പോത്തൻകോട് പള്ളിപ്പുറം CRPF ജംഗ്ഷനിലെ മാർക്കറ്റ് റോഡിലാണ്. ഈ ഒരു റോഡിന്റെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിദാരുണമായ നിലയിലാണ് ഇപ്പോൾ ഈ റോഡുള്ളത്. തകർച്ചയുടെ അങ്ങേ അറ്റമായി കഴിഞ്ഞു ഈ റോഡ്. നമുക്ക് നേരിട്ട് തന്നെ കണ്ടു മനസ്സിലാക്കാം. കാരണം കുണ്ടും കുഴികളും നിറഞ്ഞ വെള്ളക്കെട്ടുകളായി നിൽക്കുന്ന ഒരു റോഡാണ് നമുക്ക് ഈ ഒരു ജംഗ്ഷനിൽ കാണാൻ സാധിക്കുന്നത്. പൊട്ടിപ്പൊളിഞ്ഞ് അപകടക്കെണിയായി മാറിയിരിക്കുകയാണ് ഈ ഒരു റോഡ്. ഇപ്പോൾ വലുതും ചെറുതുമായിട്ടുള്ള നിരവധി വാഹനങ്ങളാണ് ദിനേന ഈ ഒരു വഴിയിലൂടെ കടന്നു പോകുന്നത്. എന്നിട്ടും ഈ ഒരു വഴി നന്നാക്കാനോ അതിനുള്ള എന്തെങ്കിലും നടപടികൾ സ്വീകരിക്കാനോ അധികൃതരാരും ഇതുവരെയും തയ്യാറായിട്ടില്ല. പതിവായിട്ട് ഈ ഒരു റോഡിൽ പ്രത്യേകിച്ച് ഇരുചക്ര വാഹനങ്ങൾ താഴെ വീഴുന്നതും മറിയുന്നതുമായിട്ടുള്ള കാഴ്ചകൾ പതിവാണ് ഈ ഒരു റോഡിൽ. നമുക്കിപ്പോൾ കാണാം ഓട്ടോറിക്ഷകളും അതുപോലെ തന്നെ കാറുകളുമൊക്കെ വളരെ ബുദ്ധിമുട്ടിയാണ് ഈ ഒരു പാതയിലൂടെ കടന്നു പോകുന്നത്. ഈ റോഡ് മുഴുവനും കുഴികളായിട്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ ദിവസം തന്നെ ഇരുചക്ര വാഹന യാത്രികരൊക്കെ ഭാഗ്യം കൊണ്ടാണ് രക്ഷപ്പെട്ടതെന്നാണ് പറയുന്നത്. നമുക്ക് ഈ ഒരു റോഡിൻ്റെ അവസ്ഥ നോക്കിക്കഴിഞ്ഞാൽ മഴ പെയ്തതോടെ ഇപ്പോൾ വീണ്ടും ഒരു അപകടക്കെണിയായി മാറിയിട്ടുണ്ട്. കൂടുതൽ ഒരു ദുരിതമായിരിക്കുകയാണ് ആളുകൾക്ക് ഈ ഒരു റോഡ്. ബൈപ്പാസിൻ്റെ പണി നടക്കുന്നത് കൊണ്ട് തന്നെ യാത്രക്കാരൊക്കെ ഈ ഒരു വഴി കൂടിയാണ് പോകുന്നത്. മാത്രമല്ല ഈ ഒരു പ്രദേശം എന്ന് പറയുന്നത് ടെക്നോ പാർക്കിൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പ്രദേശത്ത് മറ്റൊരുപാട് സ്കൂളുകൾ, പിന്നെ CRPFൻ്റെ ഓഫീസ്, അവരുടെ ക്വാർട്ടേഴ്സ്, പിന്നെ പുതിയൊരു മാളിൻ്റെ പ്രവർത്തനം, അതൊക്കെ ഈ ഒരു വഴിയിൽ നടക്കുന്നുണ്ട്. എന്നിട്ട് പോലും ഇതിൻ്റെ ഒരു നടപടി അല്ലെങ്കിൽ ഇത് ഒന്ന് വൃത്തിയാക്കിയെടുക്കാനോ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ സ്വീകരിക്കാനോ ആരും ഇതുവരെ തയ്യാറായിട്ടില്ല. ചേട്ടാ, ഇപ്പം ഈ റോഡ് ഒരുപാട് പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ്. ഒരുപാടല്ല, കുറെ കാലം കൊണ്ടേ ഇതിങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. പലരും നമ്മളെ കണ്ണൊന്നും വെച്ച് കുട്ടികളായിട്ട് പോകുമ്പോൾ വന്ന് വീണിട്ടുണ്ട്. നമ്മൾ അവരെ പോയി പിടിച്ചിളക്കി വിടുന്നുണ്ട്. ഇത് ചോദിക്കാനും പറയാനും ആരുമില്ല. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഇപ്പം ഇവിടെ. ഇപ്പൊ ഇവിടെ ഉള്ളവരൊക്കെ അതായത് ഈ ഉദ്യോഗസ്ഥരൊക്കെ എന്താ പറയുന്നത്? എന്താ പറയാ, ഇവിടെ MLA ഉണ്ട്, പഞ്ചായത്ത് പ്രതിനിധികളുണ്ട്. അവരെ വിളിച്ചു കാണിച്ച് അവരെ അവർക്കൊന്നും ഒരു ഉത്തരവാദിത്തം ഇല്ല. ഇതിനെപ്പറ്റി അവര് ഒന്നും പറയണില്ല, ഒന്നും ചെയ്യത്തുമില്ല. അവർ അങ്ങനെ പറഞ്ഞ് ഞങ്ങൾ ഈ നാട്ടുകാരും അടുത്ത്, അതാണ് സ്ഥിതി ഇവിടെ. പറഞ്ഞ് നാട്ടുകാരും അടുത്തിരിക്കുകയാണ്. ഉദ്യോഗസ്ഥരുടെ അല്ലെങ്കിൽ മറ്റ് അധികൃതരുടെ ഭാഗത്തു നിന്നും നിരുത്തരവാദിത്തപരമായ പെരുമാറ്റമാണ് ഉള്ളതെന്നാണ് പറയുന്നത്. ചേട്ടാ, എന്താ പറയുന്നത്? റോഡ് ചേട്ടൻ ഇവിടെ കച്ചവടം നടത്തുന്ന ആളാണ്, ഒരുപാട് വണ്ടികൾ പോകുന്നത് കാണുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ എന്ന് നമുക്ക് ജോലി തന്നെ. ഇവിടെ പോയി ഒന്ന് വീടക്കവും പിടിച്ചിളക്കും ആയിക്കൊണ്ടിരിക്കുക. നമ്മൾ ആരുടെ പറഞ്ഞാലും അവർ സ്വീകരിക്കുന്നില്ല, അവരെടുക്കുന്നുമില്ല. എന്നാൽ വണ്ടി വേണേനും ഒരു കണക്കുമില്ല. ഹൈവേയിൽ പോകാനുള്ള വണ്ടിയുടെ ഇതിലെ എവിടെയാണ്, എന്നാലും ശരിയാവുന്നില്ല. ആരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല എന്ന് തന്നെയാണ് ചേട്ടനും പറഞ്ഞിട്ടുള്ളത്. ഒരുപാട് കടകൾ, അതായത് ഈ റോഡിന്റെ ഇരുവശത്തുമായി നിരവധി കടകളാണ് പ്രവർത്തിക്കുന്നത്. ഇവിടേക്ക് ഇതിനൊരു പൊടിശല്യം കൂടി ഇവർക്കൊരു പ്രശ്നമാകുന്നുണ്ട്. എന്നിട്ടും അധികൃതരാരും ഒരു നടപടിയും സ്വീകരിക്കുന്നില്ല. ഏകദേശം 2 കിലോമീറ്ററോളം നീളത്തിൽ ഈ ഒരു അവസ്ഥയാണെന്നാണ് പറയുന്നത്. ഹൈവേയിൽ നിന്നടക്കമുള്ള വാഹനങ്ങൾ ഇപ്പോൾ ഈ ഒരു വഴിയിലൂടെയാണ് വഴി തിരിച്ചു വിടുന്നത്. അതുകൊണ്ട് റോഡ് മികച്ച നിലവാരത്തിൽ ടാർ ചെയ്ത് യാത്രായോഗ്യമാക്കണമെന്നാണ് നാട്ടുകാരടക്കമുള്ളവർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെടുന്നത്. പള്ളിപ്പുറത്തു നിന്നും സൂര്യ ശങ്കർ, പ്രസ് ക്ലബ് വാർത്ത.